ആഷിഖ്, ഇന്ന് CPM-ന്റെ വിലയിരുത്തൽ ദിവസമായിരുന്നു. പല എന്താണ് പറയുക, ഒരു റിയലൈസേഷനുകൾ ഉണ്ടായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യഘട്ടത്തിൽ ആലപ്പുഴ വിട്ടുപോയി എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുപോലുള്ള പല കാര്യങ്ങളും, പല തിരിച്ചറിയലുകൾ വന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നത് മന്ത്രിമാരായ പി രാജീവും വി അബ്ദുറഹ്മാനും തോൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പി രാജീവ് മത്സരിച്ചിരിക്കുന്നത് എറണാകുളത്തെ കളമശ്ശേരിയിലാണ്. അതുപോലെ അബ്ദുറഹ്മാൻ മത്സരിച്ചിരിക്കുന്നത് തിരൂരാണ്. അപ്പോൾ ഈ രണ്ട് സീറ്റുകളും കൈവിട്ടു പോകും, നഷ്ടപ്പെടും എന്നുള്ള വിലയിരുത്തൽ CPM നടത്തിയിരിക്കുന്നു. ഇതിൽ കളമശ്ശേരി സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നേഷൻ ഫസ്റ്റ് നടത്തിയ വിലയിരുത്തലുണ്ട്. വോട്ടെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ഞാനും രോഹിതേട്ടനും ഉണ്ടായ ചർച്ചയിൽ ഞങ്ങൾ വിലയിരുത്തിയതിൽ കളമശ്ശേരി സീറ്റ് ഉണ്ടായിരുന്നില്ല. കളമശ്ശേരി മന്ത്രിയല്ലേ പി രാജീവ്, അത് പിടിക്കുമായിരിക്കും എന്നുള്ള വിലയിരുത്തലായിരുന്നു ഞങ്ങൾ പോലും ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും CPM ആ സീറ്റ് കൈവിട്ടു എന്ന കാഴ്ചയാണ്, എന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ കാണുന്നത്. 7000-ഓളം കളമശ്ശേരിയിൽ 7000 വോട്ട് കുറവെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തോൽവി ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ തോൽക്കാൻ പോകുന്ന മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും ആഷിഖ്? ഇപ്പോ പി രാജീവ്, അബ്ദുൾ റഹ്മാൻ ഏതാണ്ട് തീരുമാനമായി. അതെ, എങ്കിലും വിജയസാധ്യത ഉറപ്പിച്ച ഒരു മന്ത്രിയുണ്ട്. ആരാന്നറിയോ? വീണ ജോർജ്, ആരോഗ്യമന്ത്രി. ആറന്മുളയിൽ 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വീണ ജോർജ് വീണ്ടും അധികാരത്തിൽ MLA ആയി വരും എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ഇപ്പോ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചിരിക്കുന്ന സമയത്തും ഒരു ന്യൂട്രലിൽ പോയ മന്ത്രിമാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ വീണ മന്ത്രി ജയിക്കുമെന്നുള്ള പറയാനുള്ള ഒരു കോൺഫിഡൻസ് CPM-ന് വന്നെങ്കിൽ അവരുടെ ഒരു അതെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യമന്ത്രി ആയിരുന്നതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷം നേടി വിജയിച്ച ഒരു സ്ത്രീ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ നേരത്തെ ചർച്ചകളിലൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ സാഹചര്യം എന്ന് പറയുന്നത് കോവിഡിൽ നിന്ന് കേരളത്തെ വാരിപ്പുണർന്ന് കെട്ടിപ്പുണർന്ന് രക്ഷിച്ച മന്ത്രി എന്നും ടീച്ചറമ്മ എന്ന പേരിൽ അറിയപ്പെട്ട വാത്സല്യത്തോടെ എല്ലാവരുടെയും കേരളത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ലോക നിലവാരത്തിലെ ടീച്ചറമ്മ എന്നുള്ള നിലവാരത്തിൽ ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് KK ശൈലജ മാറിയ ഒരു സമയം. അതെ, ഇപ്പോൾ KK ശൈലജ ടീച്ചർ മത്സരിക്കാനുണ്ടായ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വരുന്നു എന്നുള്ള ഒരു നറേറ്റീവ് ആയിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് അത്രയും ഭൂരിപക്ഷം നേടി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപത്തെ മന്ത്രി പദത്തിൽ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് കുറെ കരച്ചിലുകൾ മാത്രമായിരിക്കും. ഇപ്പോൾ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടു, അതുപോലെ തന്നെ പല മാനന്തവാടി മെഡിക്കൽ കോളേജിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വയറ്റിൽ കത്രിക മറന്നു വെക്കുന്നു, തുണിക്കഷ്ണം മറന്നു വെക്കുന്നു, കൈ മുറിച്ചു മാറ്റുന്നു. എന്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ശ്രദ്ധയപ്പെട്ടോണ്ടോ അറിയില്ല. വൈക്കമാണ് എന്റെ സ്ഥലം. അവിടെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തല പൊട്ടി ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്യുന്നതിലേക്ക് ഇടയ്ക്ക് കരണ്ട് പോയി, ഫ്ലാഷ് ലൈറ്റ് തെളിച്ചിട്ട് സ്റ്റിച്ച് ഇടുന്നു. അത്രയും മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കേരളത്തിലെ തള്ളിവിട്ട, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും കുത്തഴിഞ്ഞ പ്രവർത്തന മേഖലയിലെല്ലാം പാളിച്ചകൾ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ കൃത്യമായി അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല. അതും പോരാത്തതിനൊരു കഴുത്തൊടിയൽ നാടകമുണ്ടായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഇമേജ് ഇത്രത്തോളം ബ്രേക്കായ ഒരു മന്ത്രി വീണ്ടും വിജയിക്കുമെന്ന് CPM പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കേണ്ടി വരും. അതെ, ഇപ്പോ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയപ്പോൾ ശൈലജ ടീച്ചറിന്റെ ഒരു മിനി വേർഷൻ ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ കരിങ്കൊടിയുടെ കാറ്റ് കൊണ്ട് പിടല് ഒഴുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഏറ്റവും അവസാനം ഈ ടൈം അവസാനിച്ച സമയത്ത്. KK ശൈലജ ടീച്ചറിനെ കേരളം വിജയിപ്പിച്ചത് മുഖ്യമന്ത്രിയായി കാണാനായിരുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആരോഗ്യമന്ത്രിയായി തന്നെ തുടരണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയായിരുന്നു. കേരളത്തെ ഒരു ആരോഗ്യ രംഗത്തെ ഏറ്റവും കൂടുതൽ ഹൈ ലെവലിൽ ഉയർത്താൻ ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് അവർക്ക്. അതെ, ഇപ്പൊ ആദ്യ പിണറായി സർക്കാരിൽ നിന്ന് 2ാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ മികച്ച കുറെ മന്ത്രിമാരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാത്രം നിലനിന്നുകൊണ്ടൊരു സാഹചര്യം ഉണ്ടായി. എന്നിലേക്ക് ഞാൻ മാത്രം, എന്റെ തല, എന്റെ ഫുൾ ഫിഗർ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു കമ്പാരിസൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ
പിണറായി സർക്കാരിൽ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നതിനെ വളരെയധികം പ്രശംസിച്ചിരുന്നു. കോവിഡ് കാലത്ത് കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. അതിനുശേഷം PPE കിറ്റ് അടിച്ചു മാറ്റിയ കഥയൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഇപ്പൊ കോവിഡ് കാലത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അന്നത്തെ മരണവിവര കണക്കുകളിലെല്ലാം പ്രശ്നമുണ്ട് എന്ന് പിന്നീട് പറയുന്നു. എന്നാലും ഇതിന്റെ എല്ലാം ഒരു കമ്പാരിസൺ ആണല്ലോ അടുത്ത പിണറായി സർക്കാരിൽ ഉണ്ടായത്. അപ്പോൾ ഉറപ്പായും വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി, മുൻപ് മാധ്യമപ്രവർത്തകയായിരുന്ന ആരോഗ്യമന്ത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വൻ പരാജയമായിരുന്നു. അത് കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല ആറന്മുളയിൽ വീണ ജോർജിനെതിരെ മത്സരിച്ചത് അബിൻ വർക്കിയാണ്. അബിൻ വർക്കി എന്ന് പറയുന്നത് ചെറിയൊരാളല്ല. കഴിഞ്ഞ ദിവസം ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരാൾ ഫേസ്ബുക്കിൽ അനുരാഗ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കൊപ്പമാണ് അബിൻ വർക്കി പഠിച്ചത്. നമ്മൾ ക്ലാസ്സിൽ സിനിമയും കഥയും ഒക്കെ പറഞ്ഞിരുന്ന കാലം മുതൽ അവൻ പറയുന്നത് രാഷ്ട്രീയമായിരുന്നു. അത് ഈ പറഞ്ഞ ഗ്രൂപ്പിസത്തിന്റെ രാഷ്ട്രീയമല്ല, കൃത്യമായി അടിസ്ഥാനത്തിൽ ഉറച്ച രാഷ്ട്രീയമാണ്. അവൻ ജയിക്കേണ്ടിയിരിക്കുന്നത്, അവനൊരു MLA ആകേണ്ടിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ അബിൻ വർക്കിയുടെ പഴയ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം ഒരു കീ പോസ്റ്റിൽ എത്തേണ്ട ഒരാളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കേരളത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരാൾ തന്നെയാണ് അബിൻ വർക്കി. എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രിയെ തോൽപ്പിച്ച് മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ അബിൻ വർക്കിക്ക് ഒരു കീ പോസ്റ്റ് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അവിടെ ശരിക്കും വിജയം തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രവചിക്കുന്നത്. എന്നാലും CPM എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 7000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് ജയിക്കുമെന്ന് പറയുന്നതെന്ന് അറിയില്ല. CPMന്റെ ഒരു ഭാഗത്തേക്ക് ഇരിക്കട്ടെ. CPIയിലേക്ക് വരികയാണെങ്കിൽ ഈ നമ്മുടെ രാജൻ റവന്യൂ മിനിസ്റ്റർ, പിന്നെ ആനിമലിന്റെ ഹസ്ബൻഡറിയുടെ മന്ത്രിയായ ചിഞ്ചു റാണി, അതെ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി മത്സരിക്കുന്ന ചടയമംഗലം, ഈ രണ്ട് മണ്ഡലങ്ങളിലും പരാജയം ഭയക്കുന്നുണ്ട് CPI. അതെ, ഇപ്പൊ ചടയമംഗലത്തെ പറ്റി പറയുകയാണെങ്കിൽ പാലിന്റെ വില കൂടുമ്പോൾ മാത്രം സംസാരിക്കുന്ന മന്ത്രി എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരു 10 തവണയെങ്കിലും ഞാൻ ഈ സെന്റൻസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ക്ഷീര ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വോട്ടുകളായി മാറും. ചിഞ്ചുറാണിക്ക് എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിലുള്ള എല്ലാ മന്ത്രിമാർക്കെതിരെയും ഈ പറഞ്ഞ ഭരണവികാരം ഈക്വലി ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും ഇത് ഉറപ്പായും പ്രതിഫലിക്കും. ഈ പറയുന്ന പോലെ പിണറായി വിജയൻ തോൽക്കുമെന്ന് പറയാനൊന്നും ആളല്ല. നമുക്കറിയാം അവർക്കൊക്കെ ഒരു പ്രത്യേക ഓർമ്മയുണ്ട്, അവരൊക്കെ ജയിക്കുമായിരിക്കാം. ചിലപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ നിന്നിരുന്നുവെങ്കിൽ അവിടെ ഒരു നമുക്ക് കണ്ണ് നട്ടിരിക്കാൻ ഒരു വലിയൊരു സ്റ്റാർ മണ്ഡലമായിരുന്നേനെ. പക്ഷേ ഇല്ല, MP മാർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ പറഞ്ഞ മന്ത്രിമാർക്കെല്ലാം വലിയ പരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. CPM ചെയ്ത് കൂട്ടുന്നതിന് എല്ലാത്തിനും അനുഭവിക്കുന്ന ഒരു തരത്തില് CPI കൂടിയാണ്. ഇവർ ചെയ്യുന്ന ഒരു കാര്യത്തിനും അവരുടെ നിലപാട് പറയുന്നില്ല എന്ന് മാത്രമല്ല, മിണ്ടാതെ ഒരു ന്യൂട്രലായിട്ട് അവരെ എതിർക്കാതെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കൈയൊഴുകയാണ് പതിവ്. അത് ഈ താഴെക്കിടയിലുള്ള സഹാക്കൾക്ക് അത് അവമതിപ്പ് ഉണ്ടാക്കാറുമുണ്ട്. ആഷിക്ക് നേരത്തെ പറഞ്ഞില്ലേ, CPI ചെയ്യുന്ന എല്ലാ നാണക്കേടും ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ഗതികേട് CPIക്ക് വരാറുണ്ട്. ഇടയ്ക്കൊക്കെ കൈവിട്ടു പോകുമ്പോൾ അതിൽ പ്രതിഷേധവും പ്രതിരോധവും തീർക്കാറുമുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ PM ശ്രീ ഇഷ്യൂ അതായത് ഘടകകക്ഷിയെ പോലും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി പോയി ഒപ്പിട്ടത്. എനിക്കൊന്ന് ഏറ്റവും ഒടുവിൽ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം തുടക്കത്തിൽ CPI പ്രതികരിച്ചു തുടങ്ങുന്നതും ആഞ്ഞടിച്ചു തുടങ്ങുന്നതും CPIയുടെ വാശിയിൽ CPM നിലംപൊത്തുന്നതും ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും അടക്കം കൊടുത്ത വാക്ക് പിൻവലിക്കേണ്ടി വരുന്നതും ഉള്ള സാഹചര്യം നമ്മൾ കണ്ടത്. അത് PM ശ്രീയിൽ തന്നെയായിരുന്നു. അതിനുശേഷവും പല സാഹചര്യങ്ങളായി വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും CPI സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു CPI എന്നുള്ള പാർട്ടിക്ക് ഈ പറയുന്ന മൂല്യങ്ങളെല്ലാം അവർ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അവർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ CPMനെ എതിർക്കാൻ ഒരു മടി കാണിക്കുന്നുണ്ട്. അത് സംസ്ഥാന സമ്മേളനം മാത്രമല്ല, ജില്ലാ സമ്മേളനം, ഏരിയ സമ്മേളനം എല്ലാത്തിലും അത് ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ പരാതികളൊന്നും ഇല്ലാതാവുകയാണ്. കാരണം പാർട്ടി സെക്രട്ടറി നിസ്സഹായനാണ്. അദ്ദേഹത്തിന് എതിർത്ത് പറയാനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി ആ ഒരു സെക്രട്ടറിക്ക് ഇല്ല. അതെ, ഇപ്പൊ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ കണ്ണ് മൂടിക്കെട്ടി ഇരുട്ടാക്കുന്ന സാഹചര്യം അല്ല കേരളത്തിലുള്ളത്. STPയുടെ ഡീൽ ഇഷ്യൂ വന്നു. നേമത്ത് ശിവൻകുട്ടി 6 വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ശിവൻകുട്ടി പറയുന്നു. പക്ഷേ ബിനോയ് വിശ്വം പറയുന്നത് എന്താ, ഞങ്ങൾക്ക് മനുഷ്യരുടെ വോട്ട് മാത്രം മതി, STPയുടെ അവരുടെ വോട്ട് വേണ്ട എന്ന് തികച്ച് പറയുന്നുമില്ല. അതായത്
കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള ഒരു വോട്ട് രാഷ്ട്രീയമാണ്. ആര് തന്നാലും വോട്ട് വേണം എന്നുള്ള നിയമം കാരണം എല്ലാവർക്കും കാരണം ഇപ്പോ എന്താ പറയാ CPI ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഏറ്റവും ആദ്യത്തെ മുന്നണിയായിരുന്ന CPI ഒരു പക്ഷേ ഇപ്പൊ ഒരു ഈർക്കിൽ പാർട്ടി പോലെ ചുരുങ്ങിയ ഒരവസ്ഥയാണ് CPM അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ 10 മണ്ഡലങ്ങൾ അവർക്ക് വിജയസാധ്യത കൈവിട്ടു പോകുമെന്ന് പറയുന്നത്. 27 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവര് ഒരു വിലയിരുത്തൽ ഇപ്പൊ ഈ കഴിഞ്ഞ കണക്കുകൂട്ടൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്ന സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ഇപ്പോൾ മന്ത്രിമാർ എന്ത് ചെയ്തു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച പൊതുജനം അതിനനുസരിച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ എന്താണ് ജനം വിധി എഴുതിയത് എന്നറിയാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ CPM വിലയിരുത്തിയ പോലെ P രാജീവ് തോൽക്കുമോ, അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ തോൽക്കുമോ, വീണ ജയിക്കുമോ, KB ഗണേഷ് കുമാർ ജയിക്കുമോ, അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.